ഞാൻ മലയാളത്തിൽ വായിച്ചതിൽ ഏറ്റവും മനോഹരമായ, എൻ്റെ മനസ്സിനെ ഏറ്റവും സ്പർശിച്ച ഒരു ഭാഗമാണ് ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഞാൻ ഈ വായിക്കാൻ പോകുന്ന ഭാഗം. മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ച്, വിരഹത്തെക്കുറിച്ച്, വേർപാടിനെക്കുറിച്ച് ഇത്ര ഫിലോസഫിക്കലായി എഴുതിയ വേറൊരു എഴുത്തുകാരുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഒ.വി. വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എനിക്ക് പ്രിയങ്കരമാകുന്നത് അതിൽ രണ്ട് പ്രധാനപ്പെട്ട പാസേജുകളാണ്. അതിലൊന്ന് ഇതാണ്: പണ്ട് ഓന്തുകൾക്ക് മുമ്പ്, ദിനോസറുകൾക്ക് മുമ്പ് ഒരു സായാഹ്നത്തിൽ രണ്ട് ജീവബന്ധുക്കൾ നടക്കാനിറങ്ങി. അസ്തമയത്തിൽ ആറാടി നിന്ന ഒരു താഴ്വരയിലെത്തി. ഇതിൻ്റെ അപ്പുറം കാണണ്ടേ? ചെറിയ ബന്ധു വലിയതിനോട് ചോദിച്ചു. പച്ച പിടിച്ച താഴ്വര. ഏട്ടത്തി പറഞ്ഞു, ഞാനിവിടെ തന്നെ നിൽക്കട്ടെ, എനിക്ക് പോകണം, അനുജത്തി പറഞ്ഞു. അവളുടെ മുന്നിൽ നീണ്ടുകിടന്ന അനന്തപഥങ്ങളിലേക്ക് അനുജത്തി നോക്കി. നീ ചേച്ചിയെ മറക്കുമോ? ചേട്ടത്തി ചോദിച്ചു. മറക്കില്ല, അനുജത്തി പറഞ്ഞു. മറക്കും, ഏട്ടത്തി പറഞ്ഞു. ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. അനുജത്തി നടന്നകന്നു. അസ്തമയത്തിൻ്റെ താഴ്വരയിൽ ഏട്ടത്തി തനിച്ചു നിന്നു. പായൽ കുരുന്നിൽ നിന്ന് വീണ്ടും അവൾ വളർന്നു. അവൾ വലുതായി. വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങി. മൃതിയുടെ മുലപ്പാല് കുടിച്ച് ചില്ലകൾ പടർന്ന് തിടം വച്ചു. കണ്ണിൽ സുറുമയും കാലിൽ തണ്ടയുമിട്ടൊരു പെൺകുട്ടി ചതലിയുടെ താഴ്വരയിൽ പൂവെറുക്കാനെത്തി. അവിടെ തനിച്ചു നിന്ന ചെമ്പകത്തിൻ്റെ ചില്ലയൊടിച്ചു പൂനുള്ളിയെടുത്തപ്പോൾ ചെമ്പകം പറഞ്ഞു, അനുജത്തി, നീ എന്നെ മറന്നുവല്ലോ. വേർപാടിനെക്കുറിച്ച്, വിരഹത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ ബന്ധങ്ങളെക്കുറിച്ച് ഒ.വി. വിജയൻ എങ്ങനെയാണ് ഈ പാസേജ് എഴുതി തീർത്തതെന്ന് ഞാൻ എത്രയോ തവണ ആലോചിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ വായിച്ചപ്പോൾ കരഞ്ഞു പോയിട്ടുള്ള ഒരു പാസേജാണത്. ഇപ്പോഴും അനുജത്തി, നീ എന്നെ മറന്നുവല്ലോ എന്ന ഭാഗത്തുമ്പോഴേക്കും നമുക്കുള്ളിലൊരു വിങ്ങല. അത് രണ്ട് സഹോദരങ്ങൾ തമ്മിലുള്ള ഒരു വിഷയം മാത്രമല്ല. നേരത്തെ പറയുന്നത് പോലെ ഇത് കർമ്മപരമ്പരയുടെ സ്നേഹരഹിതമായ കഥയാണ് എന്ന് ഒ.വി. വിജയൻ ഓൾറെഡി പറഞ്ഞു വെക്കുന്നുണ്ട്.